ഹായ് ഹലോ നമസ്കാരം. ഞാൻ ശ്രീലക്ഷ്മി. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുടി എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം. എല്ലാവരുടെയും ഒരു മെയിൻ പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ, താരൻ, അതേമാതിരി മുടിയുടെ സ്പ്ലിറ്റ്നെസ്, പിന്നെ ഈ തലയൊട്ടിയിലുള്ള ഇച്ചിങ്, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ. അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്താണ് പ്രതിവിധി? അതേമാതിരി എനിക്ക് ഈ മുടി കൊഴിച്ചിലൊക്കെ നല്ല പ്രോബ്ലം ആയിരുന്നു. താരൻ ഇതൊക്കെ ഇപ്പം താരമില്ല, മുടി കൊഴിച്ചിൽ എന്ന് പറഞ്ഞാൽ നല്ലോണം ഉണ്ടായിരുന്നു. അതായത് ഡെലിവറി കഴിഞ്ഞ ടൈമിൽ ആവശ്യത്തിലധികം മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. ഈ ഭാഗമൊക്കെ ഇങ്ങനെ മുടിയൊക്കെ പോയി പെട്ട മാതിരി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം അതൊക്കെ പോയി ഇവിടെയൊക്കെ മുടി വന്ന് സെറ്റായി. ഇപ്പോൾ വലിയ കാര്യത്തിൽ മുടി കൊഴിച്ചിലൊന്നുമില്ല, താരനും ഇല്ല. അപ്പോൾ ഞാൻ എന്തൊക്കെ ടിപ്സാണ് എൻ്റെ മുടിക്ക് വേണ്ടി ചെയ്തിരുന്നതെന്ന് നിങ്ങൾക്കും ഞാൻ പറഞ്ഞുതരാം. അപ്പം നമുക്കിനി ടിപ്സ് എന്തൊക്കെയാണെന്ന് ഇനി ഞങ്ങൾ പറഞ്ഞുതരാം അല്ലേ. ആദ്യത്തെ സാധനമാണ് താരൻ. ഈ താരൻ വന്നു കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ ഒരു രക്ഷയില്ലാത്ത മുടി കൊഴിച്ചിലാണ്. അപ്പോൾ ഈ താരൻ പോകാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഇങ്ങനെ ഓരോ വകയെടുത്തിട്ട് തേക്കുക. അപ്പോൾ ആവുമ്പോൾ കുറച്ചൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം ചെയ്യുമ്പോഴേക്കും അത് ശരിയാവും. അതല്ല ഈ ഡെയിലി ചെയ്യണം. അതിപ്പോൾ ചിലവർക്ക് സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ സ്കൂളിൽ പോണ പിള്ളേർക്കൊക്കെയാണ് താരം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് രാവിലെ കുളി കഴിഞ്ഞ് മുടി കെട്ടി പോകാൻ പറ്റില്ല. കാരണം മുടി കെട്ടിപ്പോയി കഴിഞ്ഞാൽ മുടി ഉണങ്ങി ഉണ്ടാവില്ല. അവരുടെ മുടി കെട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കായ വരും. പിന്നെ അത് ഈ വെട്ടിക്കളയേണ്ട ആകെ പ്രശ്നം. കായ വന്നു കഴിഞ്ഞാൽ പിന്നെ മുടി വെട്ടിക്കളയെന്ന് ഓർത്തുള്ളൂ, വേറൊരു ഇതുമില്ല. അപ്പോൾ ഈ സ്കൂളിൽ പോണ പിള്ളേരോ ഈ ജോലിക്ക് പോണവരൊക്കെ ആയാലും ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും അവർ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ മേല് കഴുകി കുളിക്കാൻ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ നേരത്ത് ചെയ്താലും മതി. എല്ലാ ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇതാവും. അപ്പോൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഓടത്തിലോ ഒരു കുഞ്ഞ് പ്ലേറ്റിലെങ്ങാണ്ട് നമുക്ക് ആവശ്യമുള്ള നമ്മൾ ഏതെണ്ണയാണോ യൂസ് ചെയ്യണത് അത് ഉപയോഗിച്ചത്. ഇപ്പോൾ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വല്ല ഡോക്ടർമാരെ കണ്ടിട്ട് മേടിക്കണ എണ്ണയോ ഏതായാലും, അപ്പം ഏതെണ്ണയായാലും അതൊന്നൊരു ഇത്തിരി ചൂടാക്കിയിട്ട് തലയിൽ തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടും. അതിപ്പോൾ ചൂടാക്കുന്ന ഡയറക്റ്റ് അങ്ങനെ അടുപ്പിൽ കൊണ്ട് ചൂടാക്കല്ല. ഇപ്പോൾ ഈ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൽ ഇറക്കി വയ്ക്കുക. അപ്പം നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റണ ഒരു എന്താ പറയുക ഇളം ചൂട്, ഈ ഇളം ചൂടിൽ ചെയ്താൽ മതി. അതാകുമ്പോൾ ഇങ്ങനെ ഓരോ വക ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആക്കി തേക്കുക, സെറ്റായി. ഇപ്പോൾ കുറേ കട്ട പിടിച്ച് നിൽക്കുന്ന താരനാണെങ്കിൽ ഒരാഴ്ചയോ 2 ആഴ്ചയൊക്കെ വേണ്ട വരും. അതല്ല നോർമല് അത് കുറച്ചുള്ളൂ, അത് തുടക്കമാണ് എന്നൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ മാതിരി എല്ലാവരും അറ്റ്ലീസ്റ്റ് ഒരാഴ്ച അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ താരൻ പോവും. ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ തലയിൽ നിറച്ച് താരനായിരുന്നു, അത് തുടക്കമായിരുന്നു. അതിപ്പോൾ 2 ദിവസം വെളിച്ചെണ്ണ തേച്ച് സെറ്റായപ്പോൾ താരം മൊത്തം പോയി. ഇപ്പോൾ ക്ലിയറായി. താരം വന്നു കഴിഞ്ഞാൽ ഹെയർ ഫോള് നല്ലോണം ഉണ്ടാവും. അതേമാതിരി മുഖത്തും നെറ്റിയിലൊക്കെ നിറച്ച് കുരുക്കളുണ്ടാവും. അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പിന്നെ ഈ മുഖത്ത് കുരുക്കൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല, അത് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ മുടി കൊഴിച്ചിൽ, പ്രത്യേകിച്ച് ഈ ഡെലിവറി കഴിഞ്ഞവർക്ക് മുടി കൊഴിച്ചിൽ ഒരു പ്രശ്നമാണ്. അതിപ്പോൾ നമ്മൾ ഡെലിവറി ടൈമിൽ അത്യാവശ്യം മുടി വളരും. ഇപ്പം എനിക്കൊക്കെ ഡെലിവറി ടൈമിലാണ് മുടിക്ക് നീളം വെച്ചത്, തിക്ക് വന്നതൊക്കെ. മുടിക്ക് മുമ്പും തിക്ക് ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ഈ മുടിക്ക് നീളം വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വെട്ടിക്കളയാനൊരു ത്വരയാണ്. ഇപ്പം ഞാൻ ചിലപ്പോൾ കഴുത്തിൻ്റെ അവിടെ വെച്ചിട്ടാവും വെട്ടുക, ചിലപ്പോൾ ഇത്തിരി ഇറക്കിയിട്ടാവും വെട്ടുക, ചിലപ്പോൾ തുമ്പ വെട്ടുണ്ടാവുള്ളൂ. അതോ ഓരോ മൂഡിനനുസരിച്ചാണ് മുടി വെട്ടൽ. അപ്പോൾ ഈ ഡെലിവറി ടൈം ആയപ്പോഴാണ് മുടിക്ക് നല്ലോണം നീളം വെച്ചതും അത്യാവശ്യം തിക്കും കാര്യങ്ങളൊക്കെ, മുടി കൊഴിച്ചിലൊന്നും ഇല്ലാണ്ട്. ഡെലിവറി കഴിഞ്ഞതും മുടി അപ്പിടി അങ്ങോട്ട് പോയി തുടങ്ങി. ഒരു രക്ഷയില്ലാത്ത മുടി കൊഴിച്ചിലായിരുന്നു. ഈ ഭാഗത്തൊക്കെ എന്താ പറയുക, ഈ പെട്ട വന്ന മാതിരിയായിരുന്നു. എന്നിട്ട് ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത്, ഞാൻ ആയുർവേദ ഡോക്ടറാണ് കേട്ടോ കാണിക്കാറ്, ഞാൻ ഇംഗ്ലീഷ് മരുന്നിൻ്റെ അത്ര വലിയ ആളല്ല. പെട്ടെന്ന് ഇപ്പം എന്തെങ്കിലും
പനി വരികയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് മരുന്നേ കാണിച്ചേ പറ്റൂ. ആയുർവേദം നല്ലതാണ്, മറ്റുള്ള സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ റിസൾട്ട് കിട്ടുമ്പോൾ ഇത്തിരി വൈകും. പക്ഷെ എൻ്റെ ഈ മുടിയുടെ കാര്യത്തിൽ എനിക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടി. അതിപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ നീര് തലയിൽ തേച്ചാൽ മതി. അത് നല്ലൊരു റിസൾട്ടായിരുന്നു എനിക്ക് കിട്ടിയത്. ഒരു മാസമല്ലേ അമ്മ, ഏകദേശം ഒരു മാസത്തോളം ഞാൻ അത് ഉപയോഗിച്ചിട്ടുണ്ടാക്കി. നല്ല റിസൾട്ട്. ഇപ്പം ഈ ഭാഗത്തൊക്കെ മുടിയൊക്കെ വന്ന് സെറ്റായി. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഓണം തോന്നുന്നുണ്ടല്ലേ, കഴിഞ്ഞതിന് മുമ്പത്തെ ഓണത്തിന് എനിക്ക് മുടി കെട്ടാൻ ഭയങ്കര വിഷമമായിരുന്നു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഇവിടുത്തെ പെട്ടയൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാനും ആകെ ഭയങ്കര ബുദ്ധിമുട്ട്. നമുക്ക് മുടിക്ക് നീളം മാത്രം ഉണ്ടായാൽ പോരാല്ലോ, മുടി കൊഴിച്ചിലും നിൽക്കണം. അതേമാതിരി മുടി നമ്മൾ ഹെൽത്തി ആയിട്ട് നോക്കും വേണ്ടേ. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ എൻ്റെ അമ്മയായിരുന്നു നോക്കിയിരുന്നത്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ മുടി നോക്കലൊന്നും ഉണ്ടായിരുന്നില്ല. മുടിയല്ലേ അത് നോക്കിയിട്ടും വലിയ കാര്യമൊന്നും ഇല്ല വിചാരിച്ചു ഞാൻ. പക്ഷെ മുടിക്ക് നീളം വന്നപ്പോഴാണ് മനസ്സിലായത്, മുടി നോക്കണം, മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോയാൽ ശരിയാവില്ല എന്നൊക്കെ മനസ്സിലാക്കിയത്. പിന്നെ ഉള്ളതാണ് മുടി കൊഴിച്ചിൽ. ഈ മുടി കൊഴിച്ചിലിനുള്ള മെയിൻ സാധനം എന്ന് പറയുന്നത് ഉലുവ വെള്ളം. പിന്നെ ഇപ്പോൾ ഉള്ളിനീരിൻ്റെ കാര്യമല്ല, അത് മുടി വളരും. പിന്നെ ഉലുവ വെള്ളം, അത് മുടി കൊഴിച്ചിലിന് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. ഇപ്പം ഈ റോസ്മേരി വാട്ടർ ഇപ്പോൾ പുതിയത് ഇറങ്ങിയിട്ടുണ്ട്. റോസ്മേരി വാട്ടറും ഈ പറഞ്ഞ മാതിരി നല്ല സാധനമാണ്. റോസ്മേരി വാട്ടർ ആകുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഉലുവ വെള്ളം ആണെങ്കിൽ ഇപ്പം ഈ നമ്മൾ മുഖത്തൊക്കെ ഈ സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ടോണർ അടിക്കണ്ടല്ലോ മുഖത്ത്, അതേമാതിരി തന്നെ നമ്മുടെ ഹെയറിൻ്റെ റൂട്ടുകൾക്കും ഒക്കെ ഈ ടോണർ അത്യാവശ്യമാണ്. അതേമാതിരി ഹെയർ മാസ്ക്, ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ ഉപയോഗിക്കണ ഷാമ്പൂ ഈ പറയുമ്പോൾ കെമിക്കൽസ് ഒക്കെ ഉള്ള ഷാമ്പൂ ആണ്. അപ്പം ഈ നമ്മൾ ഈ അതായത് നമ്മളുടെ ഈ വീടിൻ്റെ ചുറ്റുപറ്റത്തൊക്കെയുള്ള ഇതാവുമ്പോൾ നമുക്ക് നല്ല ഇതായിട്ടുള്ള ഷാമ്പൂസും ഒക്കെ ഉണ്ടാക്കാവുന്നതുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം കെമിക്കൽസ് ഇല്ലാത്ത ഷാമ്പു. അപ്പം അതിന് വേണ്ടി നമ്മൾ തലേ ദിവസം ഉലുവ തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ഈ ഉലുവയുടെ നീരും സാധനങ്ങളൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഉലുവയുടെ വെള്ളം നമ്മൾ ടോണറായിട്ട് ഉപയോഗിക്കണം. അതൊരു സ്പ്രേ ചെയ്യണ ബോട്ടിലേക്കോ അങ്ങനെ മാറ്റി വയ്ക്കുക. എന്നിട്ട് മറ്റേ ഉലുവ ഉണ്ടല്ലോ, ഈ ഉലുവ അരച്ച് തലയിൽ ഉലുവയും പിന്നെ അലോവേര ജെല്ല് ഇല്ലെങ്കിൽ അതങ്ങനെ ഇട്ടാലും മതി, പ്രശ്നമില്ല. ഇത് രണ്ടും തലയിൽ തേക്കുക. എന്നിട്ട് അതിൻ്റെ നമ്മൾ എന്തായാലും കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുമ്പോഴും കണ്ടീഷണർ ഉപയോഗിക്കണം. അത് നിർബന്ധമാണ് ഈ കണ്ടീഷണർ. കാരണം ഇല്ലെങ്കിൽ മുടി ആകെ ഡ്രൈ ആയിട്ടും ഇതൊക്കെ ആയിട്ടിരിക്കും. അപ്പം അത് കാരണം കണ്ടീഷണർ, ഇപ്പം ഈ നമ്മൾ കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ കണ്ടീഷണർ ഉപയോഗിക്കണം. മാതിരി നമ്മളുടെ ഈ ഇതിനും കണ്ടീഷണറാണ് ഈ ചെമ്പരത്തിയുടെ ഇല അരച്ച് പേസ്റ്റാക്കി മറ്റേ അരിച്ചെടുക്കുക. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അരിച്ചെടുത്തിട്ട് അതിൻ്റെ ആ ലിക്വിഡ് ഉണ്ടാവും. അത് ഡയറക്റ്റ് പേസ്റ്റ് തേച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ പിശറ് തലയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ ആ പിശറില്ലാണ്ട് ഇതാവാൻ വേണ്ടിയിട്ട് അരച്ച് പേസ്റ്റാക്കി ആ പേസ്റ്റിലൊരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലിക്വിഡ് മാത്രമായിട്ട് നമുക്ക് കിട്ടും. അപ്പം അത് നമുക്ക് ഈ കണ്ടീഷണറായിട്ട് ഉപയോഗിക്കാം. അപ്പം ഷാമ്പു ആയി കണ്ടീഷണർ. ഷാമ്പു എന്ന് പറയുമ്പോൾ ഈ ഉലുവ അരച്ചത് അലോവേര ജെല്ലും ഇത് രണ്ടും തലയിൽ തേച്ച് കഴിഞ്ഞാൽ ഷാമ്പു ആയി. അതേമാതിരി അത് തേക്കുന്നതിന് മുന്നേ വെളിച്ചെണ്ണ ഇല്ല, അത് മുടി സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം ഇത് ചെമ്പരത്തിയുടെ ആ പേസ്റ്റ് തലയിൽ കണ്ടീഷണറായി. പിന്നെ ഈ ഫങ്ഷൻസിനൊന്നും പോകുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഇതേമാതിരി അപ്പം ആ സമയത്ത് ഇപ്പോൾ ഒരു വട്ടമൊക്കെ എങ്ങാനും നമ്മളുടെ മേടിക്കണ ഷാമ്പു ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. ഒരു വട്ടമൊക്കെ ഈ ചിലവർ ഈ സോപ്പൊക്കെ തേക്കും തലയിൽ. സോപ്പൊന്നും ഒരിക്കലും തേക്കാൻ പാടില്ലാത്ത സാധനം. കാരണം നമ്മുടെ തലയിലത്തെ മുടി പൊട്ടിപ്പോവും സോപ്പൊക്കെ തേച്ച് കഴിഞ്ഞാൽ. അപ്പം ഈ ഷാമ്പു തേക്കണോണ്ട് പ്രശ്നമൊന്നുമില്ല. തേക്കുമ്പോൾ തന്നെ ഈ മൈൽഡായിട്ടുള്ള ഷാമ്പു തേക്കാൻ ശ്രമിക്കുക. അതായത് ഇപ്പോൾ നല്ല ഷാമ്പു എന്ന് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഡൗവിൻ്റെ ഷാമ്പുവാണ്. ഞാൻ മുമ്പൊക്കെ ഉപയോഗിച്ചിരുന്നത് ഈ ദീദിയൊക്കെ ആയിരുന്നു. ദീദിയൊക്കെ ഉപയോഗിക്കുമ്പോൾ മുടി പൊട്ടിപ്പോവും. ഡവ് ആകുമ്പോൾ അത്ര പ്രശ്നമില്ല കേട്ടോ ഡൗവിൻ്റെ ഷാമ്പു. അപ്പോൾ ഈ ഡൗവിൻ്റെ ഷാമ്പു ഒക്കെ ഉപയോഗിക്കുമ്പോൾ വലിയ പ്രശ്നമില്ല.
അതേമാതിരി സൺസിൽക്ക് ഞാൻ ഒരു വട്ടം കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. എനിക്ക് അതിൻ്റെ അത്ര വലിയ ഇതറിയില്ല. കൂടുതൽ ഇപ്പം ഞാൻ റീസെൻ്റ്ലി ആയിട്ട് ഉപയോഗിക്കുന്നത് ഡവ് ആണ്. ഇനി ഉലുവ വെള്ളം. ഈ ഉലുവ വെള്ളം ഞാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ മിനിഞ്ഞാന്ന് നിറച്ചിട്ടുണ്ട്. ഇത് റോസ്മേരി വാട്ടറിൻ്റെ ബോട്ടിലാട്ടോ ഞാൻ ഉപയോഗിച്ചിരുന്നു. റോസ്മേരി വാട്ടർ 2-3 മാസത്തോളം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. റോസ്മേരി വാട്ടർ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. നല്ല സാധനമാണ്. പക്ഷേ ഇത് ലേശം ഒരു എക്സ്പെൻസീവ് ആണ്. ഇപ്പം എല്ലാ മാസവും നമ്മൾ മേടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ സമ്മതിക്കില്ല. അപ്പോൾ അത് കാരണം നല്ല റിസൾട്ടാണ് ഈ സാധനം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം എനിക്കൊക്കെ നല്ലോണം റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ ബോട്ടിൽ ഞാൻ ഉലുവ വെള്ളമാണ് ഒഴിച്ചു വച്ചേക്കുന്നത്. കാരണം നമുക്ക് സ്പ്രേ ചെയ്യാൻ എളുപ്പമാണ് സ്പ്രേ ചെയ്യാൻ. അപ്പം അത് കാരണം ഇതിൽ നിറച്ച് വെച്ചു. ഇനിയിപ്പോൾ ഇത് തീരുമ്പോൾ അടുത്തത് ഇടണം. ഇത് തീർന്നിട്ട് ഇനി അടുത്ത പ്രാവശ്യം പറ്റുള്ളൂ. നമ്മളിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമല്ലേ ഷാമ്പു ഉപയോഗിക്കാം. ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും നമ്മൾ എല്ലാവരും മാക്സിമം ഷാമ്പു ഒക്കെ ഉപയോഗിക്കും. അപ്പം ഞാൻ അപ്പം അതിന് പകരം ഇപ്പോൾ 2-3 മാസത്തോളമായില്ലേ നമ്മൾ ഈ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ട്. അതേമാതിരി മുടി സ്മൂത്താവാൻ, നല്ല സ്മൂത്തായി ഷൈനിങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫ്ലാക്സ് സീഡ് ഉപയോഗിക്കാം. അതേമാതിരി ഈ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ്, വെണ്ടയ്ക്കയ്ക്ക് വെള്ളത്തിലിട്ടതിന് ഒരു ചെറിയൊരു വഴുവഴുപ്പുണ്ടല്ലോ, അത് വഴുവഴുപ്പ് തന്നെ. ആ ഒരു ജെല്ല് നമ്മുടെ തലയിൽ തേക്കാം. പക്ഷെ ഇത് തേക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഇപ്പം ഈ പറഞ്ഞ മാതിരി ഈ ഉലുവ വെള്ളത്തിലിട്ടതും ഫ്ലാക്സ് സീഡും കൂടി ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിക്കുക. അത്യാവശ്യം ഇങ്ങനെ ഒരു പതപ്പല് വരും തിളച്ച് വരുമ്പോൾ. അതൊന്ന് ഇത്തിരി ഒരു 15 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചിട്ട് ചൂടാറിനേക്കാളും മുന്നേ ഈ ഫ്ലാക്സ് സീഡ് അരിച്ചെടുക്കണം. അല്ലെങ്കിൽ ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് അരച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഇതിൻ്റെ കൂടെ നമ്മൾ ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നത് അതൊന്ന് തലയിൽ തേക്കുക. തലയിൽ തേച്ചിട്ട് ഈ സാധനം ഈ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് തലയിൽ തേക്കാവുന്നതാണ്. അപ്പോൾ ഈ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് തേക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് മറ്റേ ആവണക്കണ്ണ, അതിനെന്താ പറയുന്നത്, കസ്റ്റാർഡ് ഓയിലാണ്. ഈ കസ്റ്റാർഡ് ഓയിൽ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു തുള്ളി എങ്ങാനും ഒഴിച്ചാലും മതി, കുഴപ്പമില്ല. അത് നമ്മുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാം. അതായത് ആ ജെല്ല് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചിട്ട്. ഇപ്പോൾ കുറച്ച് ജെല്ലുള്ള ഇപ്പം ഒരു പാത്രത്തിൽ അടി പരക്കാവുന്നുള്ള ജെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒരു തുള്ളിയൊക്കെ മതിയാവും. അത് നമ്മൾ എടുക്കണ അനുസരിച്ചിരിക്കും അതിൻ്റെ ഒഴിക്കണ ക്വാണ്ടിറ്റി. അപ്പോൾ അത് ഈ മുടി സ്മൂത്ത് ആവാൻ നല്ലൊരു പരിപാടിയാണ്. അതുപോലെ തന്നെയാണ് ഈ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പും. ഈ വെണ്ടയ്ക്ക തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അതിലിട്ട വെണ്ടയ്ക്കയുടെ ആ വഴുവഴുപ്പൊക്കെ വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പം അത് തേക്കുക. പിന്നെ ഈ കുഞ്ഞു മക്കൾക്ക് ഫ്ലാക്സ് സീഡ് തേക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഈ കാരണം ഇതിന് നല്ല തണുപ്പാണ് ഈ ഉലുവയ്ക്കൊക്കെ. അപ്പോൾ അത് കുഞ്ഞു മക്കൾക്കൊക്കെ തേക്കുമ്പോൾ ഈ ഇത്തിരി പനിക്കൂർക്കയുടെ നീരെങ്ങാനും ഒഴിക്കണം നല്ലതായിരിക്കും. കാരണം അവർക്ക് ഇനി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഈ നീരിളപ്പും ജലദോഷമൊക്കെ വരാൻ നല്ല സാധ്യതയുണ്ട്. കാരണം തണുപ്പുള്ളതാണല്ലോ. പിന്നെ അതേമാതിരി തന്നെ നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ നമ്മൾ ഓർഗാനിക്കായിട്ട് ഷാമ്പു ഉണ്ടാക്കണ കാര്യം. അപ്പോൾ ഈ ഷാമ്പൂവിൽ ഉപയോഗിക്കുമ്പോഴും ഈ പനിക്കൂർക്ക ഇട്ടാൽ നല്ലതായിരിക്കും. ചിലവർക്കൊക്കെ ഈ ആസ്മയുടെ പ്രശ്നവും ചിലപ്പോൾ തണുപ്പടിച്ച് കഴിഞ്ഞാൽ തലവേദന, അതേമാതിരി പെട്ടെന്ന് ജലദോഷം വരിക, ചുമ വരിക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചിലവർക്ക് ഉണ്ടാവും. അപ്പോൾ അവർക്കും ഇത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അവരും പനിക്കൂർക്ക വെച്ച് ഇപ്പം ഈ പറഞ്ഞ മാതിരി ഉലുവയും തലേദിവസത്തെ ഉലുവയും പിന്നെ കറ്റാർവാഴ, ഈ കറിവേപ്പില നല്ലതാണ് മുടിക്ക്. കറിവേപ്പില അതേമാതിരി ഈ പനിക്കൂർക്കൊക്കെ ഇട്ട് അരച്ചാൽ മതി. അപ്പോൾ ആ അരയ്ക്കുമ്പോൾ അതിൻ്റെ നീര് കിട്ടുമല്ലോ. അപ്പോൾ അതും ഉപയോഗിക്കണത് നല്ലതാണ്. പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് നമ്മൾ കുളി കഴിഞ്ഞ് നമ്മൾ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യണ പരിപാടി മുടി വേറെടുക്കുക എന്നുള്ളത്. അതായത് ഈ നനഞ്ഞ മുടി മാക്സിമം വേറെടുക്കാണ്ടിരിക്കുക, അതേമാതിരി ചീകാണ്ടിരിക്കുക. ഈ നനഞ്ഞ മുടി വേറെടുക്കുമ്പോൾ ഉള്ള മുടിയും കൂടി ഊരിപ്പോരും. അപ്പോൾ ഈ മുടി ഒന്ന് ഉണങ്ങിയ ശേഷം മുടി വേറെടുക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതേമാതിരി തന്നെ ഈ മുടി, അതായത് നമ്മൾ ചിലവർ രാത്രി
എണ്ണയൊക്കെ തേച്ച്, അതായത് രാത്രി കുളിർക്കെ എണ്ണയൊക്കെ തേച്ചിട്ട് സുഖമായിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ തല കുളിക്കുക. ഈ രാത്രി എണ്ണ തേക്കി ഇപ്പം ജസ്റ്റ് ഒന്ന് മുടിയുമ്പോ നമ്മൾ തൊട്ട് പരട്ടണ മാതിരിയാവില്ല ചിലവർ ഈ എണ്ണയൊക്കെ തേക്കുണ്ടാവേ. അപ്പോൾ അത് ചെയ്യാൻ, അതൊക്കെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതേമാതിരി തന്നെ ഈ നമ്മൾ ഈ തല മസാജ് ചെയ്യില്ലേ എണ്ണ തേക്കുമ്പോൾ, ഈ തലയിലെ എണ്ണ തേക്കുമ്പോൾ കുളിർക്കെ നമ്മൾ രാവിലെ എണ്ണ തേക്കുക. അതായത് മുടിയുടെ സ്പ്ലിറ്റ്നെസ് ആണ് എന്ന് പറഞ്ഞിട്ട് മുടിയുടെ തുമ്പത്തും അതേമാതിരി മുടിയുമീം തലയോട്ടിയിലും ഒക്കെ തേക്കും നമ്മൾ. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യരുത്, അതൊക്കെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ തലയോട്ടിയിൽ മാത്രം, അതായത് സ്കാൽപ്പിൽ മാത്രം വെളിച്ചെണ്ണ തേക്കുക, മസാജ് ചെയ്യുക. ഈ സ്കാൽപ്പിൽ തേക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ നേരത്തെ ഫസ്റ്റേ പറഞ്ഞല്ലോ ഈ ചൂടാക്കി തേക്കുക, അതേമാതിരി തന്നെ ചൂടാക്കിയിട്ട് സ്കാൽപ്പിൽ നല്ലോണം എണ്ണ തേക്കുക, എന്നിട്ട് അത് നല്ലോണം മസാജ് ചെയ്യുക. അതേമാതിരി മുടി വേറെടുക്കുമ്പോൾ നമ്മൾ മൂളുന്നേ, ഇങ്ങനെ എല്ലാവർക്കും അറിയായിരിക്കും മേളുന്നേ വേറെടുക്കും. അപ്പോൾ ഈ മേളുന്ന് വേറെടുക്കുന്നതിന് പകരം അടിയിൽ നമ്മൾ വേറെടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ പെട്ടെന്ന് ജടയും പോവും, നമുക്ക് അധികം മുടി പൊട്ടിപ്പോരൂലേ. ചിലവർക്ക് ഈ ക്ഷമയില്ലാത്ത, ഇപ്പം എനിക്കൊക്കെ ക്ഷമ ഭയങ്കര കുറവാണ്. അപ്പം എനിക്കങ്ങനെ ചെയ്ത് ഞാൻ അങ്ങനെയായിരുന്നു ആദ്യം ചെയ്യണ്ടായിരുന്നത്. അപ്പം എന്നോട് അമ്മ പറഞ്ഞു ഇങ്ങനെ ചെയ്തതിന് മുടി മൊത്തം പൊട്ടിപ്പോവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഇപ്പം ചീന്തിപ്പോൾ മുടി പൊട്ടിപ്പോണില്ല, ആ മുടി കൊഴിയണേൻ്റെ വലിയ പ്രശ്നമില്ല. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ബാക്ക് കോമ്പ്, മുടിക്ക് നല്ല മസാജ് വേണം. പിന്നെ ഈ രാത്രി നമ്മൾ കിടക്കാൻ നേരത്ത് മുടി ചീന്തിയിട്ട് മെടഞ്ഞിടുക. ചിലവർ ഈ മുടി അഴിച്ചിട്ടിട്ട് അങ്ങനെ കിടന്നുറങ്ങും. നമ്മുടെ മുടി വളർന്നത് രാത്രി ടൈമിലാണ്. അപ്പോൾ ഈ പറയില്ലേ ഈ രാത്രി ടൈമിലാണ് ജീവൻ വെക്കണം എന്നൊക്കെ, ഈ ചില പൂക്കളൊക്കെ നമ്മൾ രാത്രി ടൈമിലല്ലേ വളരുക. ഇപ്പം ഈ 10 മണിപ്പൂവ്, പവിഴമില്ലൊക്കെ ഈ രാത്രിയാണൊക്കെ ഉണ്ടാവുക. അതേമാതിരി തന്നെ നമ്മുടെ മുടിക്കും ജീവനുണ്ട്. അപ്പം ഈ മുടി രാത്രി വളരണത് രാത്രിയാണ്. അപ്പം നമ്മൾ ഈ മുടി രാത്രി കിടക്കുമ്പോൾ മുടി നല്ലോണം ചീന്തി വൃത്തിയാക്കിയിട്ട് മുടി മെടഞ്ഞിടുക. ഇനി മുടി മെടയാൻ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അമ്മക്കെട്ടൊക്കെ കിട്ടില്ല, ഇത് വട്ടക്കെട്ടൊക്കെ കിട്ടില്ലേ, ആ വട്ടക്കെട്ട് കിട്ടുന്നത് നമ്മളിവിടെ നെറുകിൽ കെട്ടി വെച്ചാൽ നമുക്ക് സുഖമായിട്ട് കിടന്നു ഉറങ്ങാം. മുടി ഒരു ശല്യം ഉണ്ടാക്കില്ല, മുടിക്ക് നല്ല ഒരു ഇതും വളരും ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഈ താരമുള്ളവര് സെപ്പറേറ്റ് ആയിട്ട് ചീർപ്പ് ഉപയോഗിക്കുക. അതേമാതിരി ടവല്, ഈ തലോണ കവറ്, ഇതൊക്കെ സെപ്പറേറ്റ്. എല്ലാ തലോണ കവറൊക്കെ എല്ലാ ദിവസവും മാറ്റുക. കാരണം ഇപ്പം എനിക്ക് എൻ്റെ തലയിൽ താരമുണ്ട്, ഇപ്പം എൻ്റെ കൂടെ കിടക്കണ അമ്മയാണെങ്കിൽ അമ്മയുടെ തലയിലേക്കും അത് വരും ഈ സെയിം സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ. അപ്പം അത് കാരണം ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ടവലായാലും ശരി ചീർപ്പായാലും ശരി എല്ലായാലും സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കുക താരനുള്ളവർ, അല്ലെങ്കിൽ പ്രശ്നമില്ല. ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ മുടിക്ക് പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്, തലയോട്ടിയിലും മുടിയിലും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അത് മാത്രം പോരാ, നമ്മുടെ ഉള്ളിലേക്കും നമ്മൾ ധാരാളം പോഷകം അടങ്ങിയ ആഹാരം, വിറ്റാമിൻസും പോഷകങ്ങളും ഒക്കെ അടങ്ങിയ ആഹാരവും കൂടി കഴിക്കണം. അതെന്തൊക്കെയാണ് കഴിക്കേണ്ടതെന്നും കൂടി പറയാം. അതെ, ഇപ്പൊ നമുക്ക് ശരീരത്തിലേക്കും തലയിലേക്ക് മാത്രം ഒന്നും ചെയ്താൽ പോലെ നമ്മുടെ ശരീരത്തേക്കിലും ചെയ്യണം. ഈ ശരീരത്തിലെ കൂടെ തന്നെയാണ് നമ്മളുടെ ഈ മുടിയുടെ റൂട്ടിലേക്കും ഒക്കെ ഒന്നിച്ചെത്താൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. അതായത് വൈറ്റമിൻ സി, വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, അതേമാതിരി ഒമേഗ 3 ഫാറ്റി ആസിഡ്, അയേൺ, സിങ്ക്, ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള മെയിൻ സാധനങ്ങൾ വൈറ്റമിൻ സി. വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ ഈ സിട്രിക് ഫ്രൂട്ട്, അതേമാതിരി ഇലക്കറികൾ, ഇതൊക്കെ ഉപയോഗിക്കുന്നത് കൂടുതലും നല്ലതായിരിക്കും. അതേമാതിരി ബയോട്ടിൻ കിട്ടാൻ വേണ്ടിയിട്ട് എഗ്ഗ്, മിൽക്ക്, അതേമാതിരി കാഷ്യൂ, ഈ സാധനങ്ങളൊക്കെ. പിന്നെ വൈറ്റമിൻ എ, ഈ വൈറ്റമിൻ എ കിട്ടാൻ വേണ്ടിയിട്ട് സ്വീറ്റ് പൊട്ടാറ്റോ, മധുരക്കിഴങ്ങ്, ക്യാരറ്റ്, ഇലക്കറികൾ, ഇതും ഈ വൈറ്റമിൻ എക്ക് നല്ലതാണ്. പിന്നെ ഈ നമ്മളുടെ ഹെയർ ഫോളിനൊക്കെ മെയിൻ കാരണം വൈറ്റമിൻ ഡി കിട്ടാത്തതാണ്. അപ്പോൾ ഈ വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള സാധനമാണ് നമ്മളുടെ സൺലൈറ്റ്, സൂര്യപ്രകാശം കൊള്ളുക, അതാണ് മെയിൻ സാധനം. അപ്പോൾ ഈ സൂര്യപ്രകാശം കൊള്ളുമ്പോൾ നമ്മുടെ വൈറ്റമിൻ ഡി കിട്ടും. അതല്ലാണ്ട് സപ്ലിമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, അത് ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്, ഒമേഗ 3 ഫാറ്റി ആസിഡിന് വേണ്ടത്
വാൾനട്ട്, ഫ്ലാക്സ് സീഡ് ഒക്കെയാണ്. പിന്നെ അയേണ് നമ്മുടെ ചീര, പച്ചച്ചീരയോ ചുവന്നച്ചീരയോ ഇപ്പൊ ചീര തന്നെ പലതരത്തിലുണ്ട്. പച്ചച്ചീര, ചുവന്നച്ചീര, പിന്നെന്താ അഗസ്ത്യ ചീര, അങ്ങനെ കുറേ ചീരകളുണ്ട്. അപ്പൊ ഈ അയേണില് ചീര ഉപയോഗിക്കുക. അതേ കൂടാതെ തന്നെ പാലക് ചീര, അത് കൂടാതെ തന്നെ നല്ലോണം വെള്ളം കുടിക്കുക. ഈ വെള്ളം തന്നെ നമ്മുടെ ശരീരത്തിന്റെ മെയിൻ ഒരു ഘടകമാണ്. അപ്പോൾ വെള്ളം നല്ലോണം കുടിക്കുക. പറഞ്ഞ പോലെ എല്ലാവരും നന്നായി വെള്ളം കുടിക്കുക, മുടിയെ പരിചരിക്കുക, മുടി നന്നായി ഉള്ളോടുകൂടി വളരാൻ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതെ, എല്ലാവരും ഇപ്പൊ പറഞ്ഞ ടിപ്സും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നു ഞങ്ങൾ വിചാരിക്കുന്നു. നമ്മുടെ കുഞ്ഞുമണി ഉറക്കാൻ കഴിഞ്ഞ് എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അത് കാരണമാണ് അമ്മ പോയത് കുട്ടിയെ എടുക്കാൻ. പിന്നെ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എല്ലാവരും കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി പുതിയ വീഡിയോ വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ. കുഞ്ഞുമണി ബൈ പറയൂ. ബൈ ബൈ.